നമസ്കാരം കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏകാന്ത് ശ്രീവാസ്തവ എഴുതിയ സിലാ ബീന്തി ലഡ്കിയാം അഥവാ കറ്റകൾ പെറുക്കുന്ന പെൺകുട്ടികൾ എന്ന മനോഹരമായ കവിതയാണ്. ഈ കവിതയിൽ കവി കൊയ്ത്തുകഴിഞ്ഞ പാടങ്ങളിൽ ധാന്യക്കതിരുകൾ ശേഖരിക്കാൻ വരുന്ന പെൺകുട്ടികളുടെ ജീവിതം മനോഹരമായി വരച്ചുകാട്ടുന്നു. നമുക്ക് കവിതയുടെ ഓരോ ഭാഗങ്ങളായി നോക്കാം. ഭാഗം 1. ഒഴിഞ്ഞ പാടങ്ങളിലെ പക്ഷികൾ. ധാന്യക്കൊയ്ത്തിനു ശേഷം ഒഴിഞ്ഞ വയലുകളിലേക്ക് അവർ വർണ്ണാഭമായ പക്ഷികളെപ്പോലെ ഇറങ്ങിവരുന്നു എന്ന് കവി പറയുന്നു. ഇവിടെ കവി പെൺകുട്ടികളെ വർണ്ണാഭമായ പക്ഷികളോടാണ് ഉപമിക്കുന്നത്. ഒഴിഞ്ഞ പാടങ്ങളിൽ അവർ കൂട്ടമായി പറന്നു നടക്കുന്ന പക്ഷികളെപ്പോലെ ഇറങ്ങിവരുന്നു. ഒരു വയലിൽ നിന്ന് അടുത്ത വയലിലേക്ക് അവർ പറന്നു നടക്കുന്നു. എന്തുകൊണ്ടാണ് അവർ വരുന്നത്? സിലാ ബീന്നെ ഝുണ്ട് കെ ഝുണ്ട്, അതായത് കൂട്ടം കൂട്ടമായി ധാന്യക്കതിരുകൾ പെറുക്കാൻ. കൊയ്ത്തുകഴിഞ്ഞ പാടങ്ങളിൽ വീണുകിടക്കുന്ന ധാന്യക്കതിരുകളാണ് സില. ഭാഗം 2. ധാന്യങ്ങൾ തിരിച്ചറിയുന്ന പെൺകുട്ടികൾ. ഈ പെൺകുട്ടികൾക്ക് ധാന്യങ്ങളെ നന്നായി അറിയാം. ദുബ്രാജ്, വിഷ്ണുഭോഗ്, നാഗകേസർ തുടങ്ങിയ വിവിധയിനം ധാന്യങ്ങളെ അവയുടെ നിറവും സുഗന്ധവും ഉപയോഗിച്ച് അവർക്ക് തിരിച്ചറിയാൻ കഴിയും. ഇത് കൃഷിയുമായി ബന്ധപ്പെട്ട അവരുടെ അറിവിനെയും അനുഭവസമ്പത്തിനെയും സൂചിപ്പിക്കുന്നു. ഭാഗം 3. വെയിലത്തെ ചിരിയും പാട്ടുകളും. ഉച്ചവെയിലിൽ അവരുടെ ചിരിയും പാട്ടുകളും മുഴങ്ങുന്നു. അവർ ജോലി ചെയ്യുന്നതിനിടയിലും സന്തോഷത്തോടെയാണ് ഇരിക്കുന്നത്. അവരുടെ മുടിയിൽ കണയർ, അതായത് അരളിയുടെ പൂക്കൾ ചിരിക്കുന്നതായി കവി പറയുന്നു. അവരുടെ മുഖത്തുനിന്ന് ഒരു പിങ്ക് പ്രകാശം ഭൂമിയിലേക്ക് പരക്കുന്നു എന്നും കവി പറയുന്നു. അവരുടെ ജീവിതത്തിലെ സന്തോഷവും ശുഭാപ്തിവിശ്വാസവും ഊർജവുമാണിവിടെ കവി സൂചിപ്പിക്കുന്നത്. ഭാഗം 4. വീട്ടിലേക്കുള്ള മടക്കം. വൈകുന്നേരമാകുമ്പോൾ, അതായത് ദിവസം അവസാനിക്കുമ്പോൾ, ഒരു ദിവസത്തേക്കുള്ള ഭക്ഷണം ശേഖരിച്ചുവെന്ന് അവർക്ക് തോന്നുമ്പോൾ അവർ വീട്ടിലേക്കു മടങ്ങുന്നു. ഭാഗം 5. അവശേഷിക്കുന്ന ഓർമ്മകൾ. കവിതയുടെ അവസാന ഭാഗം വളരെ ഹൃദയസ്പർശിയാണ്. നീർപെക്ഷികൾ കൊക്കുകൊണ്ട് കൊത്തി പറന്നുപോയാലും വളരെ നേരം വെള്ളത്തിൽ അവയുടെ സംഗീതം നിറഞ്ഞു നിൽക്കുന്നതുപോലെ പെൺകുട്ടികൾ പോയിക്കഴിഞ്ഞാലും അവരുടെ സാന്നിധ്യം ഒഴിഞ്ഞ പാടങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു. ഇവിടെ കവി പ്രകൃതിയിലെ ഒരു സംഭവത്തെ മനുഷ്യജീവിതവുമായി ബന്ധിപ്പിക്കുന്നു. അവരുടെ സാന്നിധ്യത്തിന്റെ മനോഹരമായ ഓർമ്മകൾ പാടങ്ങളിൽ തങ്ങി നിൽക്കുന്നുവെന്ന് കവി പറയുന്നു.